ഗുഡ് മോർണിംഗ് ഗൈസ്. അങ്ങനെ സർവമായ ഫിലിം കണ്ടിട്ട് ഇപ്പൊ വന്ന് കയറിയുള്ളൂ. ഒരു സിനിമ കണ്ടിട്ട് കണ്ണും മനസ്സും ഒരേപോലെ നിറഞ്ഞിറങ്ങി. എങ്ങനെ ബ്രോ ഇത്ര മനോഹരമായിട്ടൊക്കെ സിനിമ എടുക്കാൻ പറ്റുന്നത്? ഇതിനു മുന്നേ പാച്ചു അത്ഭുത വിളക്കം കണ്ടപ്പോഴും ഇതേ ഫീലിങ്സ് തന്നെയായിരുന്നു. ഒരു സെക്കൻഡ് പോലും നമുക്ക് ബോറടി ഇല്ലാണ്ട് നമ്മളെ ഇത്രത്തോളം ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ചെറിയ കാര്യമില്ല. അതാണ് ഡയറക്ഷൻ. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, സ്ക്രീൻ പ്ലേ, എഡിറ്റിങ്, ഈച്ച് ആൻഡ് എവറി ഡിപ്പാർട്ട്മെന്റ് സൂപ്പർ ബ്രോ. ആൻഡ് ദ വൺ ആൻഡ് ഓൺലി നിവിൻ പോളി. ഇത് അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവാണ്. പിന്നെ ക്രിസ്മസിന് തരാം ഇതിലും വലിയൊരു ഗിഫ്റ്റ് വേറെ ഇല്ല കിട്ടാനായിട്ട്. അത്ര കിടിലമായിട്ടാണ് ആ സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. വലിയ അങ്ങനെ എന്താ പറയാ, ബ്രഹ്മാണ്ഡ സിനിമയൊന്നുമല്ല. ഒരു ചക്കര മൂവി എന്ന് പറയത്തില്ലേ, അതേപോലെ അവസാനമൊക്കെ എത്തുമ്പോൾ തീർന്നു പോവരുതേ എന്ന് തോന്നിപ്പോകുന്ന തരത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട് ഫിലിം. പിന്നെ അതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന റിയ ഷിബു എന്നാണ് പുള്ളിക്കാരിയുടെ പേര്. എന്ത് രസമാണെന്ന് പറയുന്നത്. അത് ഇതേപോലെ ഒരു ചക്കര ആക്ട്രസ്. എത്ര രസമായിട്ട്, എത്ര മനോഹരമായിട്ടാണ് അവർ ആ ക്യാരക്ടറിനെ കൈകാര്യം ചെയ്തത്. പിന്നെ ഇടയ്ക്ക് നമ്മുടെ പുള്ളിക്കാരിയുടെ ചില മാനേഴ്സൊക്കെ എനിക്ക് ഇടയ്ക്ക് നമ്മുടെ അനശ്വര രാജൻ്റെ ഇതായിട്ട് തോന്നി, ഫീൽ ചെയ്തു എനിക്ക്. പിന്നെ പുള്ളിക്കാരിയുടെ വോയിസ്, ഡയലോഗ് ഡെലിവറിയിൽ എവിടേക്കോ ഒരു കല്യാണി പ്രിയദർശൻ്റെ ഡയലോഗ് ഡെലിവറി എനിക്ക് മാത്രമാണ് ഫീൽ ചെയ്തത്. അങ്ങനെ ആണെന്നല്ല പറയുന്നത്, എനിക്ക് അങ്ങനെ തോന്നി. പിന്നെ ബാക്കി എല്ലാവരുടെയും പെർഫോമൻസ് നൈസ് ആയിരുന്നു. നമ്മുടെ നിവിൻ പോളിയുടെയും അജു വർഗീസിൻ്റെയും കോംബോ അത് എടുത്തു പറയേണ്ട കാര്യമില്ല. അതിനകത്ത് അവരുടെ ഹ്യൂമർ കൈകാര്യം ചെയ്തിരിക്കുന്നതായാലും എല്ലാം നല്ല രസമായിരുന്നു. ഇടയിൽ ഫിലിം അവസാനമൊക്കെ ആകുമ്പോൾ സത്യം പറഞ്ഞാൽ തീർന്നു പോകല്ലേ എന്ന് തോന്നിപ്പോൾ എനിക്ക് അത്ര രസമായിട്ട് ഫീൽ ചെയ്തു. അവസാന ക്ലൈമാക്സ് സിനിമ കണ്ട് പുറത്തിറങ്ങുമ്പോൾ നമുക്കൊരു ഒരു കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതാണ് അത്രയ്ക്ക് ഫീൽ ഗുഡ് ഫിലിം. പിന്നെ എടുത്തു പറയാൻ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് ആയാലും പാട്ടുകളായാലും എല്ലാം ബോറടിപ്പിക്കാത്ത അത്ര നല്ല രസമായിട്ടുള്ള പാട്ടുകൾ. സിനിമയുടെ ത്രെഡ് ആയാലും എന്ത് രസമാണ്. നല്ല സ്റ്റോറി, നല്ല ഡയറക്ഷൻ. എനിക്കറിയില്ല, ഞാൻ ഹൈപ്പ് കൂട്ടാണോ എന്ന് എനിക്കറിയില്ല. ഓൾമോസ്റ്റ് എല്ലാ പോസിറ്റീവ് റിവ്യൂ തന്നെയാണ് കേൾക്കുന്നത്. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ഞാനൊരു ട്രെയിലർ പോലും കാണാണ്ടാണ് പോയത്. ഇപ്പം ട്രെയിലറും കണ്ട് അതും ഫസ്റ്റ് ലുക്കും സെക്കൻഡ് ലുക്കൊക്കെ കണ്ട് ഭയങ്കര പ്രതീക്ഷയോട് പോയിട്ടുള്ള സിനിമകൾ നിരാശപ്പെടുത്തുമ്പോഴും ഒരു പ്രതീക്ഷയില്ലാണ്ട് ഇന്നലെയാണ് ഇങ്ങനൊരു സിനിമ ഉണ്ടെന്നും ഇതിങ്ങനെ ഇറങ്ങി പോസിറ്റീവ് ആണെന്നും ഒക്കെ അറിഞ്ഞിട്ടാണ് ഞാൻ ഇന്ന് പോയത്. അപ്പൊ അത്രത്തോളം ഞാൻ ട്രെയിലർ പോലും കാണാതെ ചെന്നോണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആയി ഫിലിം. പല അതിനകത്ത് ഇമോഷൻസ് ഉണ്ടല്ലോ, അച്ഛനും മകളും തമ്മിലുള്ള ഇമോഷൻസ്, പിന്നെ ഒരു ലവ് ട്രാക്ക് പിടിക്കുന്നുണ്ട്. എല്ലാം അതിന്റെ അളവിനിങ്ങനെ ചേർക്കില്ലേ, അതേപോലെ ഫിലിം കൊണ്ടുവന്ന് എൻഡ് ചെയ്തിരിക്കുന്നതും കറക്റ്റ് നിർത്തേണ്ട അടുത്ത് തന്നെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ചോദ്യം പറച്ചിലൊന്നുമില്ല. അത്ര രസം. കാണാത്തവർ മസ്റ്റായിട്ടും പോയി കാണുക. ഈ റിവ്യൂ ഒക്കെ കണ്ടിട്ട് അവരുടെ ഒരു വിലയിരുത്തൽ വെച്ച് പോകണ്ട. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഫിലിം, ഉറപ്പാണ്. ഞാൻ ഗ്യാരണ്ടി ഫിലിം എല്ലാവർക്കും ഒരേ ഫാമിലിക്കും ഒക്കെ കാണാൻ പറ്റുന്ന അത്രത്തോളം നല്ല രസമായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫിലിമാണ്. ക്രിസ്മസിന് നിങ്ങൾക്ക് ഇതിലും ബെറ്റർ ആയിട്ടുള്ളൊരു ഒരു ട്രീറ്റ് വേറെ കിട്ടാനില്ല. സോ എല്ലാവരും പോയി കാണുക. വേറെ എനിക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ട് അങ്ങനെ സസ്പെൻസ് അങ്ങനത്തെ ഒരു സിനിമയൊന്നും അല്ല. ഇങ്ങനെ കണ്ട് അവരുടെ കൂടെ നിവിൻ പോളിയുടെ കൂടെ ഒക്കെ ഇങ്ങനെ പോകാൻ. നിവിൻ പോളി മാൻ, എന്ത് രസമായിട്ടാണ് അയാൾ അഭിനയിക്കുന്നത്. അയാളുടെ ഒരു ചിരി, കരച്ചില്, കോമഡി എല്ലാം അയാൾ എന്തുകൊണ്ട് നല്ല സിനിമകൾ ചൂസ് ചെയ്യുന്നില്ല എന്നുള്ളതിലേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ട് അദ്ദേഹം എടുക്കുന്ന സിനിമകളെല്ലാം നല്ലതാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആൻഡ് ജനാർദ്ദനൻ ചേട്ടൻ നല്ലൊരു റോളാണ് കൈകാര്യം ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് നിവിൻ പോളിയുടെ അമ്മ എന്നൊരു ക്യാരക്ടറുണ്ട്. പക്ഷെ അത് അമ്മ എന്ന ക്യാരക്ടറിനെ കാണിക്കുകയോ ഒന്നുമില്ല. അങ്ങനെ ഒരു ക്യാരക്ടർ നിവിൻ പോളി അമ്മയെ പറ്റി പറയുന്നു, അവരുടെ പഴയ ഡ്രസ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ, അങ്ങനെ കുറച്ച് തിങ്സ് കാണിക്കുന്നതേ ഉള്ളൂ. പക്ഷെ ആ അമ്മയെ നമുക്ക് ആ സിനിമയിൽ ഫീൽ ചെയ്യും. അത് ഒരു ഡയറക്ടറിന്റെ ബ്രില്യൻസ് ആണത്. ആ ഇല്ലാത്തൊരു ക്യാരക്ടറിനെ ബിൽഡ് ചെയ്ത് കാണിക്കുക എന്ന് പറയുന്നത്, ആ ഒരു ക്യാരക്ടറിനോട് നമുക്കൊരു സ്നേഹവും ഒരു ഇമോഷണൽ കണക്ഷനൊക്കെ തോന്നിപ്പിക്കുക എന്ന് പറയുന്നത് മാൻ, അഖിൽ സത്യൻ മാൻ, ഹാറ്റ്സ് ഓഫ് യു ബ്രോ. ആൻഡ് അറിയാലോ, മത്തം കുത്തിയാൽ കുമ്പളം മുളയ്ക്കില്ലല്ലോ. അപ്പോൾ അത് തന്നെയാണ് ഇത്.
ഇങ്ങനെ ചിലർ ജനിച്ചിരിക്കുന്നത് തന്നെ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ അടുത്തടുത്ത ഇനിയുള്ള ഫിലിംസ് ഇതേപോലെ അല്ലെങ്കിൽ ഇതിന് മുകളിൽ നല്ലൊരു ഫീൽ ഗുഡ് ഫിലിംസ് നമുക്ക് കിട്ടട്ടെ മലയാളീസിന്. ആൻഡ് വേറെ എന്തെങ്കിലും എടുത്തു പറയാനുണ്ടോ? ഞാനെല്ലാം പറഞ്ഞില്ലേ. പിന്നെ കളറിങ്, ലൈറ്റിങ്, അതിൻ്റെ സിനിമാറ്റോഗ്രഫി, നാട് കാണിക്കും. ഇപ്പം പച്ചപ്പൊക്കെ കാണിക്കുന്ന സമയത്ത്, ഒരു ഗ്രാമമൊക്കെ കാണിക്കുന്ന സമയത്ത് ആ ഒരു AC-യുടെ തണുപ്പും കൂടെ അടിക്കുമ്പോൾ നമ്മൾ ശരിക്കും ആ ഒരു സ്ഥലത്തേക്ക് ചെന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓ മൈ ഗാഡ്. അങ്ങനെ ഒരുപാട് സന്തോഷം, മനസ്സ് നല്ലപോലെ നിറഞ്ഞു. കാണാത്തവർ മാക്സിമം തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. ആൻഡ് താങ്ക് യു. ഹാപ്പി ക്രിസ്മസ് ടു ഓൾ ആൻഡ് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയും കാണാം. ബൈ ബൈ, ടാറ്റാ.